ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു മിനി ഡ്രിഫ്റ്റ് RC കാറാണ്. കുറച്ച് പ്രത്യേകതകളൊക്കെ വരുന്ന ഒരു ഡ്രിഫ്റ്റ് RC കാറും കൂടെയാണിത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. നമുക്ക് ഈ സൈഡിൽ നിന്ന് തന്നെ ഓപ്പൺ ചെയ്ത് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അടിപൊളി പാക്കിംഗ് ആണ് വന്നേക്കുന്നത്. ഇതേ ഒരു ചെറിയൊരു പാക്കറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് മറ്റേ ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ കോൺസും സംഭവങ്ങളും, ഒരു ചാർജിങ് കേബിളും വന്നിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ടയേഴ്സും ഒരു കുഞ്ഞി സ്ക്രൂ ഡ്രൈവറും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ റിമോട്ട് കൺട്രോള് നല്ല പ്രീമിയം ക്വാളിറ്റി. എന്നാൽ ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഓൺ ഓഫിൻ്റെ സ്വിച്ച് ഉണ്ട്, നമ്മളുടെ ഗൈറോ സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച്, പിന്നെ ആക്സിലറേറ്റർ, ട്രിം അങ്ങനെയുള്ള, പിന്നെ സ്റ്റിയറിംഗ് ഇതൊക്കെ വന്നേക്കുന്നത്. ഇത് നമുക്ക് സൈഡിലോട്ട് വെക്കാം ഇപ്പോൾ തൽക്കാലം. പിന്നെ ഈ ഒരു RC കാറിന് ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകതകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലൈറ്റ് കൺട്രോളും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഗൈറോ സ്പെഷ്യാലിറ്റിയും വരുന്നുണ്ട്. ഗൈറോ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വണ്ടി ഇപ്പോൾ ഡ്രിഫ്റ്റൊക്കെ ചെയ്യാൻ നേരത്തെ ഈ ഫ്ലിപ്പായി പോകാതിരിക്കാനും വണ്ടിക്ക് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ഗൈറോ എന്ന് പറയുന്ന സിസ്റ്റം. എന്നിട്ട് നമ്മുടെ കാർ എടുക്കാം. ഇതാണ് കാറ്. അത്യാവശ്യം നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മിനി GTR. പയ്യൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ റിമോട്ടിൽ ബാറ്ററി ഇടാം. 2 AA ബാറ്ററീസാണ് ഇതിന് വേണ്ടത്. ഓക്കേ, നമുക്കിവിടെ യെസ്, റിമോട്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ GTR ഓണാക്കാം. ഈ GTR നോക്കാൻ നേരത്ത് ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട്. അതിൽ കുത്തിയാണ് നമുക്ക് കാറ് ചാർജ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, അത് നമുക്ക് ഓണാക്കാം. ലൈറ്റൊക്കെ നല്ല മിന്നി തിളങ്ങുന്നത് എന്താ. ഇതേ വണ്ടി ഇപ്പോൾ ഓണാണ്. എൻ്റെ പിന്നെ നമുക്ക് ഈ റിമോട്ടിൽ ഇതിൻ്റെ സ്പീഡ്, അതായത് ആക്സലറേഷൻ സ്പീഡ് നമുക്കിവിടെ കുറക്കാൻ പറ്റും. ഇപ്പോൾ 50 മേലെയാണ് കിടക്കുന്നത്, നമുക്കത് 25 ആക്കാം. പിന്നെ ഇതൊരു ഡ്രിഫ്റ്റ് കാർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ചാട്ടവും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. ഈ കാറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനി ഡ്രിഫ്റ്റ് RC കാർ ആയതുകൊണ്ട് തന്നെ ഇത് ഔട്ട്സൈഡ് ആയിട്ടുള്ള ഭയങ്കര റഫായിട്ടുള്ള പാച്ചസിലൊക്കെ ഇട്ട് ഓടിക്കാണ്ടിരിക്കണമായിരിക്കും ഏറ്റവും നല്ലത്. കൂടുതലും ഇത് ഇൻഡോർ യൂസിനാണ് ബെസ്റ്റ്. ഇതേപോലത്തെ ഒരു പ്ലെയിൻ സർഫസിലൊക്കെ ഓടിക്കാനോ ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ കളിക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. കാറിൻ്റെ അകത്ത് വന്നേക്കുന്നത് കുഞ്ഞൊരു മോട്ടറാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അത് ഈ റഫ് പാച്ചുകളിലൂടെയൊക്കെ ഓടിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡാമേജ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇത് ശരിക്കും മെയിൻ ഇൻഡോർ ഡ്രിഫ്റ്റിംഗ് പർപ്പസിന് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ.